നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, അതിപ്പോൾ ആപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാംസങ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ടോപ്പ് മോസ്റ്റ് കമ്പനികളുടെ എല്ലാം പ്രോഫിറ്റ് അതാത് കമ്പനികൾക്കാണോ കിട്ടുന്നത്? ഈ പറഞ്ഞ വലിയ കമ്പനികളുടെ എല്ലാ പ്രോഫിറ്റും ലോകത്തിലെ പല ഇൻവെസ്റ്റിംഗ് കമ്പനികൾക്കും കൂടെയാണ് കിട്ടുന്നത്. അതിലൊന്നാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി. യെസ്, ദിസ് ഈസ് ബിസിനസ്. വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് മാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ BBA ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഈ പറയുന്ന കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് BBA. സയൻസുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിനോട് പുച്ഛമാണ്, BBA ഒന്നും പഠിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്തുള്ള എത്ര വലിയ ടോപ്പ് കമ്പനീസ് എടുത്താലും, നമ്മുടെ IT സെക്ടറുകളിലെ ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ആമസോൺ, ഇനി അതല്ല നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലുള്ള ബെൻസ്, BMW, ലാംബോർഗിനി, ഇങ്ങനെയുള്ള എത്ര വലിയ ടോപ്പ് കമ്പനീസ് എടുത്താലും ഈ കമ്പനീസിനെ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആ കമ്പനിയുടെ ഒരു ബിസിനസ് മാനേജ്മെന്റ് ടീമാണ്. ആൻഡ് മോർ ഓവർ, ഈ കമ്പനീസ് എല്ലാം നമുക്ക് പ്രോഡക്റ്റ് തരുന്നതിന്റെ ഉദ്ദേശവും ബിസിനസ് തന്നെയാണ്. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്തിൽ തന്നെ എല്ലാ തരം കമ്പനികളിലും, IT സെക്ടറുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എല്ലാ തരം ബിസിനസ് ഇൻഡസ്ട്രീസിലും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് BBA എന്നുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ എല്ലാ ഓർഗനൈസേഷൻസിലും അഡ്മിനിസ്ട്രേഷൻസും അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റ് ടീമും ഉണ്ട്. അതുകൊണ്ടാണ് ആ കോഴ്സിന് പറയുന്നത് തന്നെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന്. പക്ഷെ ഇവിടെ സ്റ്റുഡൻസിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് BBA ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു പ്രോഗ്രാം പഠിക്കേണ്ട സ്ഥലത്ത് തന്നെ പഠിക്കണം. നമ്മുടെ BBA പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവണം, അതിൽ മേജറായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഇനി നമുക്ക് BBA എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മേജറായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ്. ചില കുട്ടികൾക്ക് സംശയമുണ്ട്, നമ്മൾ BBA പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ BBA പഠിച്ചതിന് ശേഷം നമുക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് ജോബുകൾക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതൊക്കെ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, BBA പഠിക്കുമ്പോൾ BBAക്കകത്ത് എല്ലാതരം കോഴ്സുകളും ഉണ്ടാവും. അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ BBAക്കകത്ത് അക്കൗണ്ടിങ് പേപ്പറുകൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്നാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് പേപ്പറുകൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിലാണ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതെന്നും, എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എന്നുള്ളതും, നിലവിലത്തെ ട്രെൻഡിങ് മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ എന്താണെന്ന് എല്ലാം തന്നെ ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിലായിരിക്കും പഠിക്കുന്നത്. അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ്സിനകത്തുള്ളതിലെ ഏറ്റവും തന്നെ ഒരു വലിയ മേജർ പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു, അക്കൗണ്ടിങ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, പക്ഷേ എത്ര വലിയ കമ്പനി ആണെങ്കിലും ആ കമ്പനിയുടെ മേജർ റിസോഴ്സ് ആണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പല കമ്പനീസിലും 10 എംപ്ലോയീസ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 1000 എംപ്ലോയീസും 2000 എംപ്ലോയീസിൽ കൂടുതലുള്ള ആൾക്കാരൊക്കെ വരാം. സോ അങ്ങനെയുള്ള കമ്പനീസിൽ എങ്ങനെയാണ് ആ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലോട്ട് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതെന്നും. ഇനി ഈ കമ്പനിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ റിസോഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. സോ അതിന് വേണ്ട, ഈ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ട പ്രോപ്പർ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യുന്നതും, ആ എംപ്ലോയീസിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കമ്പനിക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി എടുക്കുന്നതെല്ലാം തന്നെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നമ്മൾ കൂടുതലും ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അടുത്തൊരു മേജർ പേപ്പറാണ് ബിസിനസ് ലോസ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിന് നിയമവശങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. സോ ആ ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു മേജർ സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് ഇന്നോവേഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളുടെ ലോകമാണ്. സോ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യുന്നതും, അതിന് വേണ്ട ഫണ്ടൊക്കെ എങ്ങനെയാണ് റേസ് ചെയ്യുന്നതും, ഇങ്ങനെയുള്ള മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ മേജർലി പഠിക്കുന്നുണ്ടാവും. ഇന്ത്യയിലുള്ള ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ BBAയിൽ പഠിച്ചാൽ മതിയോ? അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ എങ്ങനെ പഠിക്കും? അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. സോ നമ്മൾ ഈ BBAക്കകത്ത് എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഫോറിൻ കൺട്രികളായിട്ട് ബിസിനസ് ചെയ്യാമെന്നും, അതിന്റെ ലീഗൽ ആയിട്ടുള്ള സൈഡ് എന്തൊക്കെയാണെന്നും, എന്തൊക്കെയാണ് അതിന്റെ സ്ട്രാറ്റജീസ് എന്നെല്ലാം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് പേപ്പറിലായിരിക്കും പഠിക്കുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ മേജർ സബ്ജക്റ്റുകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് മേജർ സബ്ജക്റ്റുകൾ BBAക്കകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്.
സോ BBA പഠിക്കുമ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ മാത്രം അവെയറായി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് എങ്ങനെ ഒരു MNC കമ്പനിയിൽ എത്താമെന്നുണ്ടെങ്കിൽ ഈ BBA പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യേണ്ടി വരും. ഈ ആഡ് ഓൺ കോഴ്സുകൾ എന്താണെന്നും എന്തൊക്കെ തരം ആഡ് ഓൺ കോഴ്സുകളാണ് നമുക്ക് BBAയുടെ കൂടെ ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്നതെന്നും ഈ ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.